ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അഹമ്മദാബാദ് ഡയോസിസ് കഴിഞ്ഞ ലിറ്റർജിക്കൽ ഇയർ ഒരു പ്രാർത്ഥനാവർഷമായി കൊണ്ടാടുകയുണ്ടായി. അനുഗ്രഹീതമായ പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ആരാധനാ വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസം നമ്മൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നതായ കാര്യം നമ്മുടെ മറിയുന്നതായ കാലാവസ്ഥയെക്കുറിച്ചാണ്. മനുഷ്യ ജീവിതത്തിൽ ഭൂമിയും അന്തരീക്ഷവും കാലാവസ്ഥയും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, തക്ക സമയത്ത് മഞ്ഞും മഴയും വേനലും ഞങ്ങൾക്ക് തരണമേ എന്ന്. മഞ്ഞും മഴയും വേനലും എല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതിലേതിൻ്റെ എങ്കിലും ഒരു കാര്യം കൂടുതലായാൽ അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ അത് മനുഷ്യനെ മാത്രമല്ല, പ്രകൃതിയെ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ ബാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം എൽ നിനോയെക്കുറിച്ച് നമ്മൾ കേട്ടു. ഈ വർഷം കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നത് ലാ നിന ഉണ്ടാകും എന്നാണ്. അതായത് ഈ വരുന്ന മാസങ്ങളിൽ ഇന്ത്യയിൽ ശക്തമായ തണുപ്പ് അനുഭവപ്പെടും എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ മെയ് മാസം മുതൽ നമുക്ക് ലഭിക്കുന്നതായ മഴയുടെ അളവ് വളരെ അധികമാണ്. മഴ നല്ലത് തന്നെയാണ്, പക്ഷേ കേരളത്തിൽ അത്ര വലുതായിട്ട് അത് ബാധിക്കപ്പെടുകയില്ല എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നതായ അല്ലെങ്കിൽ കൃഷി ധാരാളമുള്ളതായ സംസ്ഥാനങ്ങളിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് മഴയില്ലാതെ വന്നാലും ഇപ്പോൾ വളരെ വലിയ തണുപ്പ് അനുഭവപ്പെടുമെന്ന് പറയുന്നതായ ഒരു പ്രതിഭാസം ഉണ്ടാവുകയാണ്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുന്നതായ പട്ടിണിപ്പാവങ്ങൾക്ക് തണുപ്പിനെ നേരിടുവാൻ ആവശ്യമായിട്ടുള്ളതായ പ്രത്യേകമായ സാഹചര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എന്നുള്ളതായ കാര്യം നമുക്കറിയാം. തണുപ്പിനെ കൊണ്ട് വളരെയധികം ആളുകൾ ബുദ്ധിമുട്ടും മരണങ്ങൾ അനേകമുണ്ടായേക്കാം. ഇതൊക്കെ നാം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ നല്ല കാലാവസ്ഥ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ മാസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോക ജനതയ്ക്ക് മുഴുവനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലുൾപ്പെടെ എല്ലായിടത്തുമുള്ളതായ ക്ലൈമാറ്റിക് ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്നതായ കഷ്ടനഷ്ടങ്ങളെ ഒക്കെ ഓർക്കാം. അതിൽ ദുരിതം അനുഭവിക്കുന്നവരെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ മാസം കാലാവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആരാധനാ വർഷം അവസാനിപ്പിക്കാം. അടുത്ത വർഷം പുതിയ ഒരു തീമുമായി നമ്മൾ വരും. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകത്തെ ആസ്പദമാക്കിയായിരിക്കും ആ തീം എന്നുള്ളതായ കാര്യവും ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.